Hello everyone, welcome to CUT Tutorium, Kerala's #1 platform for CUT test taking. This is Gayatri Jaykumar. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. CUT-യിലെ ഇംഗ്ലീഷ് പേപ്പറിൽ ഒരു വളരെ കോമൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. കാരണം അത് നമ്മുടെ സെൻറ്റൻസ് സ്ട്രക്ചറിനെ തന്നെ ഡിറ്റർമിൻ ചെയ്യുന്നൊരു ഐഡിയ ആണ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്. എന്താണ് ഈ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്? അതായത് നമ്മളൊരു സെൻറ്റൻസ് എടുക്കുമ്പോൾ അതിൽ ആരാണ് ആക്ഷൻ ചെയ്യുന്നത്, ആ ആക്ഷനും നമ്മൾ വേർബ് പറയുന്നതും ആയിട്ട് കമ്പൈൻ ചെയ്യുന്നത് കറക്റ്റായിട്ടായിരിക്കണം. അതായത് ഹീ യൂസ് ചെയ്യുമ്പം ഈസ് യൂസ് ചെയ്യും, ഐ യൂസ് ചെയ്യുമ്പം ആം യൂസ് ചെയ്യും, ദേ ആണെങ്കിൽ ആർ യൂസ് ചെയ്യും. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ അതനുസരിച്ചിട്ട് നമ്മൾ ഏത് ഓക്സിലറി വേർബാണ് ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുന്നത്, അതാണ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ എവ്രിബഡി is going on a field trip, everybody are going on a field trip, everybody were going on a field trip, everybody was gone on a field trip. 4 ഓപ്ഷൻസ് ആണ്. സോ ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? സോ എവ്രിബഡി എല്ലാവരും സ്ഥിരം കൺഫ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ എവ്രിബഡി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഉദ്ദേശിക്കുകയാണ് അല്ലേ, അപ്പോൾ അത് പ്ലൂറൽ അല്ലേ? അല്ല, എവ്രിബഡി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗണാണ്. പ്രൊനൗൺസിൽ വരുന്നതാണ് നമ്മൾ ഈ എവ്രിബഡി ഇതൊക്കെ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക്ക് പഠിക്കുമ്പോൾ പ്രൊനൗൺസ് പഠിക്കുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. സോ എവ്രിബഡി എന്ന് പറയുന്നത് എപ്പോഴും ഒരു സിംഗുലർ പ്രൊനൗൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, കളക്റ്റീവ് നൗൺ. അപ്പോൾ നമ്മൾ എല്ലാവരെയും കൂടെ ഒരൊറ്റ ഹോളായിട്ട് പറയുന്നതാണ് എവ്രിബഡി. സോ ഇവിടെ എവ്രിബഡിയുടെ കൂടെ ഒരിക്കലും ആർ ഓർ വേറെ കമ്പൈൻ ആവില്ല, കാരണം അത് പ്ലൂറലിനുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഈസ് മാത്രമേ കമ്പൈൻ ആവുള്ളൂ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസും. കമ്പാരിറ്റീവ്ലി ഈ 4 സെൻറ്റൻസിൽ എ ആണ് കറക്റ്റ് ആൻസർ. എവ്രിബഡി ഈസ് ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് എന്നുള്ളത്. സോ ഓൾവേസ് റിമെമ്പർ ദിസ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് എല്ലാവരും എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കളക്റ്റീവ് വെർബ്സ്, കളക്റ്റീവ് നൗൺസ്. പ്രൊനൗൺസ് അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിക്കുക. നമുക്ക് ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഉണ്ട്, അത് നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക. ഇതൊക്കെ CUT-ലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ പ്ലീസ് ഡു പേ അറ്റൻഷൻ ടു ദീസ്. ഓക്കെ, so hope this is clear to you. If at all any doubts, please do drop in the comments and we'll be happy to help. So happy learning, bye and take care.